ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ചെറുപുഴ ടൗണിൽ ഹൃദയഭാഗത്തായി സ്ഥാപിതമായ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ട് ആഴ്ചകളോളമായി. മാധ്യമങ്ങൾ നിരവധി തവണ അധികാരികളുടെ കണ്ണു തുറക്കുന്നതിനായി വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈറ്റ് കത്തിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് കാണിക്കുന്നില്ല. ഇത് പൊതുജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ യൂത്ത് കോൺഗ്രസ് പ്രകാശിക്കാത്ത ഹൈമാസ് ലൈറ്റിന് ചുവട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആഴ്ചകളായി ചെറുപുഴ സെൻട്രൽ ബസാറിലെ ഹൈമാസ് ലൈറ്റ് തകരാറിലായിട്ട്. ഇത് പരിഹരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി.പി. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സലീം തേക്കാട്ടിൽ, പി. ഷരീഫ്, കെ.ജെ. സാജു, എം.വി. സന്ദീപ്, പി. വൈഷ്ണവ്, അമൽ ദേവ്, വി.എച്ച്. അൽത്താഫ്, അമൽ ശശീന്ദ്രൻ, പി. മിഥുൻ, അരുൺ ആലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനവിരുദ്ധത മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഈ ചെറുപുഴ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം അറിയിക്കുന്നു. നമ്മുടെ എം.പി. ഇവിടെ പാസാക്കിയ ഹൈമാസ് പോലും നമുക്ക് അനുവദിച്ചു തരാതെ സ്ട്രീറ്റ് മെയിൻ വിൽക്കുമെന്ന് വാഗ്ദാനം അറിയിക്കുകയും സ്ട്രീറ്റ് മെയിന്റെ യാതൊരുവിധ പണികൾ ഇതുവരെ തുടങ്ങുകയും ചെയ്യാതെ ഈ പഞ്ചായത്തിലെ അധികാരികൾക്കെതിരെ ആകെ ഉണ്ടായിരുന്ന ടൗണിൽ ഈ ഹൈമാസ് പോലും നിഷ്പ്രഭമായിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ ഈ പഞ്ചായത്തിനെതിരെയും കൂടുതൽ നാണമില്ലേ പഞ്ചായത്ത്, നാണമില്ലേ പ്രസിഡന്റ്, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ചപ്പോ പുറത്ത് ചെറുപുഴയെ ഇരുട്ടിലാക്കും. നാണമില്ലേ പഞ്ചായത്ത്, ജയിച്ചവിടെ പഞ്ചായത്ത്. രീതിയിൽ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെ എം.പി. കൊടുത്ത മിനിമാസ് ലൈറ്റുകൾ നിലാവ് പദ്ധതിയുടെ മറവിൽ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് അറിയിക്കുകയും അതിനെതിരെ എം.പി. ഒരു ദിവസം മുഴുവനായി ചെറുപുഴ പട്ടണത്തിൽ ഉപവാസമിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതേ പഞ്ചായത്ത് തന്നെ അതിനുശേഷം എം.എൽ.എയുടെ പേരിൽ നിരവധി ഹൈമാസ് ലൈറ്റുകളും മിനിമാസ് ലൈറ്റുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഭരണം നടത്തിക്കൊണ്ടുപോകുന്ന ഈ പഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ ബഹുജനങ്ങൾ അങ്ങേയറ്റം രോഷത്തിലാണ്. ഈ നമ്മുടെ റോഡ് വികസനം ഒരു കാര്യമാണ്. വലിയ വാർഡുകളാണ്. അതിന് വളരെ നാമമാത്രമായ പണമാണ് ഓരോ വർഷവും പദ്ധതി ഇനത്തിൽ ചെലവഴിക്കുന്നത്. ആ ചെലവഴിക്കുന്ന പണം പോലും പദ്ധതി വിഹിതം ചെലവഴിക്കാതെ സ്പിൽഓവർ ഫണ്ടായി വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെതിരെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സമരം ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൊട്ടതെല്ലാം വളരെ വളരെ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ UDFന്റെ കരസ്പർശത്തിലൂടെ ഉണ്ടായത് മാത്രമാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.